കരിമണൽ കമ്പനിയായ CMRLും IT കമ്പനി മേധാവി വീണ വിജയനും പ്രതിസന്ധിയിലായ സാമ്പത്തിക ഇടപാടിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ താൽക്കാലിക ആശ്വാസം. ED അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി. കേസിൽ വരും ദിവസങ്ങളിൽ നിർണായക വിധി പുറപ്പെടുവിക്കാനിരിക്കെ കേസ് പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെ പ്രതികൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്ന് ഹൈക്കോടതി EDക്ക് കർശന നിർദ്ദേശം നൽകി. കേസ് വിധി പറയാനായി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നും പ്രതിഭാഗത്തുനിന്നും മണിക്കൂറുകൾ നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്. തങ്ങൾക്കെതിരെയുള്ള ED നടപടികൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് ഹർജിക്കാർ കോടതിയിൽ പ്രധാനമായും ഉന്നയിച്ചത്. അതേസമയം ഈ കേസിൽ വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരാൻ വിശദമായ അന്വേഷണം അനിവാര്യമാണെന്നാണ് ED കോടതിയെ അറിയിച്ചത്. ഇരുഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ രേഖപ്പെടുത്തിയ കോടതി ഹർജി വിധി പറയുന്നതിനായി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. അന്തിമ വിധി വരുന്നത് വരെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഈ കേസിനെ ചൊല്ലിയുള്ള സസ്പെൻസ് തുടരും. വിധി വരുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരാനും ഹർജിക്കാർക്കെതിരെ കടുത്ത നീക്കങ്ങൾ EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും കോടതി താൽക്കാലിക ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച പുറത്തുവരുന്ന ഹൈക്കോടതി വിധി ഇരുവിഭാഗത്തിനും രാഷ്ട്രീയ കേരളത്തിനും ഒരുപോലെ നിർണായകമാകും. ED അന്വേഷണത്തിനെതിരെ ഹർജി നൽകിയത് CMRL ആണ്. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പരിശോധന കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സുരക്ഷാ സേന അംഗങ്ങൾക്കും നേരെ CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ അക്രമം കേസിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്ന വിലയിരുത്തലിൽ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ നിർണായക നീക്കങ്ങൾക്കും തദ്ദേശീയ പോലീസിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതായിട്ടാണ് വിവരം. അടുത്ത ഘട്ടത്തിൽ വീണയെ ലക്ഷ്യമിട്ട് ED സംഘം എത്തുമ്പോൾ തോക്കേന്തിയ കൂടുതൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും അവർ വന്നിറങ്ങുക. സംഭവത്തിൽ തിരുവനന്തപുരം പോലീസിൽ ED ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ ശക്തമാകുന്നതോടെ വരും ദിവസങ്ങളിൽ നാടകീയമായ പല രംഗങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. CMRLിൽ നിന്ന് സേവനങ്ങളൊന്നും നൽകാതെ 1.72 കോടി രൂപ കൈപ്പറ്റിയെന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലാണ് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ആദ്യഘട്ട ചോദ്യം ചെയ്യലുകളിൽ വീണ നൽകിയ പല മൊഴികളും ED ശേഖരിച്ച ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുമായി ഒത്തുപോകുന്നില്ലെന്നാണ് വിവരം. ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയിൽ നിന്നും 50 ലക്ഷം രൂപ എക്സാലോജിക്കിലേക്ക് വായ്പയായി എത്തിയതിന്റെ രേഖകളും ED കണ്ടെടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഈ ഇടപാടിന്റെ സുതാര്യത എന്നതിലും വീണയ്ക്ക് വ്യക്തമായ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. റെയ്ഡിൽ കൈക്കലാക്കിയ പുതിയ രേഖകൾ മുൻനിർത്തി കൊച്ചി ഓഫീസിൽ വെച്ചാകും അടുത്ത റൗണ്ട് അംഗം. 2 വർഷം മുൻപാണ് CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാടിൽ EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതിയിൽ വരുന്നത്. CMRLന്റെയും ഉദ്യോഗസ്ഥരുടെയും ആ ഹർജി ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഹൈക്കോടതി തള്ളിയത് ചൊവ്വാഴ്ചയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് ഔദ്യോഗികമായി കൈപ്പറ്റാൻ രാത്രി വൈകുന്നതുവരെ ED സംഘത്തിന് കാത്തിരിക്കേണ്ടി വന്നു. നിയമപരമായ തടസ്സങ്ങൾ നീങ്ങിയതോടെ ED കൊച്ചി ഓഫീസിലെ യൂണിറ്റ് 4ന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ S. സിമിയുടെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത്. CMRL കമ്പനിയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള സാധ്യതകളും ഏറെയായിരുന്നു.